പ്രീമിയം ഇത് സൂപ്പർ ഡിലക്സ്, ഇത് നോൺ എ സി, വേറൊരാളെ കളിച്ചരാ. മറ്റേ അതിനെന്താ പറയാ, ലക്ഷറി വന്നപ്പോ അതിനെന്താ പറയാ, ബോൾഗാട്ടിയാണോ മറ്റേ ഹയാത്തോ? പ്രൈവറ്റ് ഇല്ല. ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് നമ്മളൊരു റൈഡായിട്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ടെന്നല്ലേ, നമ്മൾ മേഘമല്ലി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മളിപ്പോൾ പഴനിയിലാണ്. നമ്മൾ രാത്രി 1 മണിക്ക് ഇറങ്ങിയതാണ്. 1 മണിക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു 3:45 ടൈമിൽ നമ്മൾ ഏകദേശം പഴനി എത്തി. അപ്പോൾ ഉറക്കം വന്നപ്പോൾ സൈഡാക്കിയതാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങി. ഒരു 2-2.5 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മേഘമലയ്ക്ക് വിടാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഇനിയുണ്ട് ഒരു ഏകദേശം 200 കിലോമീറ്ററിൻ്റെ അടുത്ത്. കുറേ നാളായി മേഘമല പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരെയും കിട്ടിയത്. അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. മഴക്കാലത്താണ് അടിപൊളിയെന്ന് അറിയാം, പക്ഷെ ഇപ്പം നല്ല ചൂടും വെയിലൊക്കെ അല്ലേ, എന്താവും എന്നറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് മേഘമല പോയി നോക്കാം, എന്നിട്ട് നോക്കാം എന്താ കാര്യങ്ങളെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ കോഴിയുടെ ബന്ധുവീട് പരിചയപ്പെടുത്തിട്ട് എവിടെ ഇതെന്താ ഇവിടെ കാണിക്കണ? റോഡൊക്കെ അടിപൊളിയായതുകൊണ്ടും റോഡിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു നയാര പമ്പ് കയറി ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പപ്പായക്ക് 30 രൂപ പപ്പായ മേടിച്ച്, നല്ല മധുരമുള്ള പപ്പായ കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഴിക്കേണ്ടത്. വയറിനും നല്ലതാണ്, അടിപൊളിയാണ്, സാധനം ഹെൽത്തിയാണ്. അങ്ങനെ നമ്മളൊരു 9 മണിയോടെ തേനി എത്തിയിട്ടോ. നമ്മൾ ഈ കാണുന്ന ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു. ദോശ 50 രൂപ ഒരു ദോശയ്ക്ക്. ദോശ കഴിച്ചു, കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ്. അങ്ങനെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എന്തായാലും ആളും മനുഷ്യനില്ലാത്ത റോഡ് നല്ല വൃത്തിയുള്ള റോഡാണെങ്കിലും തിരക്കില്ല. പക്ഷെ നല്ല വെയിലായിരുന്നു, കൈയൊക്കെ കരിഞ്ഞു പോയി. നേരത്തെ കുറേ കാളകളായിരുന്നു, ഇപ്പോൾ ആടുകളായി. ഇവരാണെങ്കിൽ റോഡ് മൊത്തത്തിൽ പരന്ന് കിടക്കുകയാണ്. ഇപ്പോൾ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലോട്ട് വേണ്ട, ഇവർ നേരെ ലെഫ്റ്റിലോട്ടും തിരിഞ്ഞു. ആകെ മൂഞ്ചിയില്ലേ. ഇനിയിപ്പോൾ അവർ പോണവരെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ കൂടെ കുത്തിക്കയറി എങ്കിലൊക്കെ പോകണം. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. അതൊക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാറില്ല. ഗൂഗിളും വെച്ച് പറഞ്ഞു ഏതൊക്കെ ഉൾവഴി കൂടെ കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ 2 സൈഡിലും ഇപ്പോൾ മുന്തിരിപ്പാടങ്ങളായിട്ടുണ്ട്. മുന്തിരിത്തോപ്പ് ആണ് 2 സൈഡും. പക്ഷേ ആളും മനുഷ്യനൊന്നും അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല ആരേനെ. പിന്നെ നല്ല വെയിലുമായിരുന്നു, അവിടെ നമ്മൾ കയറാനൊന്നും നിന്നില്ല, നമ്മൾ നേരെ പോവുക ചെയ്ത്. ആ കാണുന്ന വലിയ മല ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്കാട്ടോ നമുക്ക് പോകണ്ടേ. അതാണ് മേഘമല. ഇത് നമ്മുടെ നെല്ലിയാമ്പതി പോകുന്ന റൂട്ടുണ്ടല്ലോ, ഏകദേശം അതേപോലെ ഉണ്ടേ കാണാൻ. അങ്ങനെ നമ്മളിതാ മേഘമല ചെക്ക് പോസ്റ്റ് എത്തി. അപ്പോൾ ഇനി ഇവിടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓരോ ടോക്കണൊക്കെ തരും. അത് തിരിച്ചിറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുപ്പിയൊക്കെ, പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇവിടെ ഇടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കുപ്പി മാത്രം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കയറുക ചെയ്തത്. അതൊരു ഏകദേശം ഗ്ലാസ് ടൈപ്പ് ബോട്ടിലായതുകൊണ്ട് അവർക്കത് മനസ്സിലായില്ല തോന്നുന്നു, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അതും അവിടെ ഇടാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. നല്ല വെയിലാട്ടോ എന്തായാലും. അതുപോലെ ബാഗൊന്നും ചെക്ക് ചെയ്തില്ല കേട്ടോ. ബാഗിൽ ക്യാമറ ഉണ്ടോ, ഡ്രോൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ളൂ. വേറെ ചെക്ക് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല.
നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന വിചാരിച്ചു. ഒരു കാര്യം എന്തായാലും നമുക്ക് മനസ്സിലായി, നമ്മൾ വന്ന സമയം എന്തായാലും പാളിപ്പോയിന്ന്. ഈ സമയത്ത് ഒരിക്കലും വരരുതായിരുന്നു. മഴക്കാലമാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ കണ്ടില്ല, നല്ല വെയിൽ, വല്ലാണ്ട് ക്ഷീണിക്കുകയും ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെയിലത്ത്. പക്ഷെ മഴക്കാലത്ത് അടിപൊളിയായിരിക്കും കേട്ടോ, ഒന്നും പറയാനില്ല. എന്തായാലും നമ്മൾ വന്നതല്ലേ, അപ്പോൾ പോയി നോക്കാം. നമ്മൾ വരുന്ന വഴിയിൽ കുറേ ഭാഗങ്ങളിലായിട്ട് ആനപ്പിണ്ടൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ ആനയൊന്നും കണ്ടില്ല. അവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ ആനപ്പിണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാനുണ്ട്. ആനയൊക്കെ എവിടെയാണാവോ? ഇപ്പോൾ അവരും വെയിലൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം. നീ പറഞ്ഞത് ശരിയാണ്. 5000 RPM തേർഡ് ഗിയറിൽ പോലും വണ്ടി വലിക്കണില്ല. ഇതിപ്പോ കയറ്റം വലുതായതുകൊണ്ടല്ലേ ഈ ഇവിടെ എയർ കിട്ടാത്ത. നമ്മുടെ ബൈക്ക് കാർബറേറ്റർ വണ്ടി ആയതുകൊണ്ട് ഹൈ റേഞ്ചിൽ കുറച്ച് സീനാണ്. പവർ കിട്ടില്ല, പവർ കമ്മിയാവും. വലിയ അത്യാവശ്യം കമ്മിയാണ്. ഈ എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ പ്രശ്നമാണ്, കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകും. കാരണം വണ്ടി വലിയ കമ്മിയാണ്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി അതാ നേരെ മുകളിലെത്തി. അപ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണ് ഈ തേയിലത്തോട്ടങ്ങൾ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ, നല്ല ഭംഗി. ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ മുകളിലെത്തിയപ്പോൾ. പക്ഷേ വെയിലും ഉണ്ട്, എന്നാൽ അത്രയ്ക്ക് ചൂട് അറിയുന്നില്ല എന്ന് മാത്രം മുകളിൽ. ഇപ്പം നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ഈ സൈൻ ബോർഡിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ മേഘമലയുടെ ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും കാണുന്നതാണ് ഈ സൈൻ ബോർഡ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഈ കാണുന്ന കേട്ടോ ഹൈവേവിസ് ഡാം. പക്ഷെ വെള്ളമൊന്നുമില്ല, വെള്ളം അടിയിലൊരു ഇത്തിരി ഒഴുകുന്നുണ്ട് തോന്നുന്നു. ഒക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്. താഴെ നല്ലൊരു ലേക്ക് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ. താഴെ മാത്രം ചെറിയൊരു ലേക്ക്, ചുറ്റിനും തേയിലത്തോട്ടങ്ങളും മലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് തോന്നുന്നു ഈ മേഘമലയുടെ പ്രത്യേകത. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, പച്ചപ്പ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നല്ല എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. പക്ഷേ നല്ല വെയിലാണ് ഇപ്പോൾ. അങ്ങോട്ട് എല്ലാവരും മഴക്കാലത്ത് വരാൻ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, വറ്റി വരണ്ട് കിടക്കുന്ന ഡാം. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇവിടെ. എന്താല്ലേ, പക്ഷേ തേയിലൊക്കെ നല്ല പച്ചപ്പ് നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ അറിയാലോ, മറ്റേ JBMൽ കണ്ട ബ്രിഡ്ജ് ഉണ്ടല്ലോ, മണലാർ ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴേക്ക് ഒരു നടുവിലൂടെ ഒരു ചാല് പോലെ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ടെന്ന് മാത്രം. ഇതേ ആ കാണുന്ന കേട്ടോ മഹാരാജമേട്ടേക്കുള്ള വഴി. അപ്പം നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ വളവൊന്ന് തിരിഞ്ഞ് ഇതുവരെ വന്ന് നോക്കിയതാണ്. പക്ഷെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ്, ഇതുവരെ പെർമിഷൻ ഉള്ളു തോന്നുന്നു. നമ്മൾ ഈ മലന്റെ മുകളിൽ കയറുന്നില്ല, മഹാരാജമേട്ട് കയറുന്നില്ല. ഒന്നാമത് നല്ല വെയിലാണ്, തണുപ്പുണ്ട് എന്നാലും നല്ല വെയിലാണ്. ഈ വെയിൽ കൊണ്ട് നടക്കാൻ വയ്യ. നമ്മള് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയിലാണ്. മാഗിയൊക്കെ ഉണ്ട് കയ്യിൽ, അപ്പോൾ അത് ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു. ഈ കേറാനുള്ള ഊർജ്ജമല്ല. നമ്മൾ വരുന്ന വഴിക്ക് അധികം ഒരു വണ്ടികളും കണ്ടില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ, ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. അധികം ബൈക്കേഴ്സ് തന്നെ കേട്ടോ, പിന്നെ അല്ലാത്ത വണ്ടികളും ഉണ്ട്. ഈ മോളിക്കുള്ള വഴിയിലൂടെയാണ് മഹാരാജമേട്ടിൻ്റെ മോളിക്ക് എത്തുന്നത് തോന്നുന്നു. അപ്പം നമ്മളെന്തായാലും കയറുന്നില്ല. നമ്മൾ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കട്ടെ, അല്ലെങ്കിൽ വിശന്ന് ചാവും. അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ വരുന്ന വഴിക്കൊരു സ്പോട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയത്.
അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയി ഒന്ന് സെറ്റാക്കി ഫുഡ് കുക്ക് ചെയ്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെയാണ് നമ്മുടെ പരിപാടി. ഇതിനത് കറക്റ്റാ അല്ല കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. ആ വെള്ളം ഒഴിക്കും. ഇതിൽ മുട്ട പുഴുങ്ങി ഒഴിച്ചാലേ അലമ്പാവും. ഉടഞ്ഞ ഒരു രസം ഉണ്ടാവില്ല. ആദ്യം കൊത്തി പൊരിച്ചിട്ട് ഇടണം. അടുത്ത മാഗി എടുക്ക്. അടുത്ത പാക്കറ്റ് പൊട്ടിക്കാരണ കൊമ്പൻ ചാർജായി. കൊമ്പൻ ചാർജായി. പ്ലേറ്റ് കളയണ്ട. കുടിക്കാൻ പറ്റിക്കോ. എല്ലാം കളയല്ലേ, എല്ലാം ഒഴിക്കില്ലേ. അത്യാവശ്യം വേണ്ടി അങ്ങനെ നമ്മളിപ്പോൾ മേഘമലയിലാണ്. മേഘമലയിൽ മഹാരാജമേട്ടിൻ്റെ അടുത്തൊരു 2 കിലോമീറ്റർ മാറിയുള്ളൊരു സ്ഥലത്ത് സൈഡാക്കിയതാണ്. വിചാരിച്ച പ്ലാനൊക്കെ പാളിപ്പോയി. പറയുകയാണെങ്കിൽ സമയത്ത് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല ക്ഷീണമായിരിക്കും. അപ്പം നേരെ അവിടെ വന്നു ഒരു സ്പോട്ട് നോക്കി ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഒറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഭക്ഷണം പുറത്ത് കഴിക്കാനുള്ള പ്ലാന് ഇവിടെ വന്ന് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു മൈൻഡായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റവ് കൊടുന്നിരുന്നു, സിലിണ്ടർ കൊടുന്നിരുന്നു, മാഗി. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്ത് കഴിച്ച് ഇവിടെ തന്നെ കടന്ന് ഉറങ്ങി സെറ്റായി. ഇപ്പം നീച്ചയുള്ളൂ. ഇപ്പം സമയം 4:30. ഇനിയിപ്പോൾ എന്തിനൊക്കെ സമയമുള്ളത്. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. നമ്മൾ നേരെ കൊടൈക്കനാൽ പോകണം. നമുക്ക് ശാന്തത മന്തിയാക്കി നമുക്ക് കൊടൈക്കനാൽ പോയിട്ട് നമുക്ക് അവിടെ നമുക്ക് എൻജോയ് ചെയ്യാം. അയ്യോ മാറിപ്പോയി. അത് അതാണോ അത്? ഓ സോറി. നമ്മൾ നേരത്തെ മേഘമലയിലെ സൈൻ ബോർഡ് കണ്ട സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ കണ്ടോ ഒരു അടിപൊളി പ്ലേ ഗ്രൗണ്ട് കിട്ടും മക്കളെ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നമ്മളങ്ങനെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ മേഘമലയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. നമ്മുടെ അടുത്ത് 5 മണിക്ക് തിരിച്ചിറങ്ങാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 6 മണിയായി. 6 മണിക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ലേറ്റായി. അപ്പോൾ അങ്ങനെ മേഘമലയോട് വിട പറയാൻ സമയമായി. അപ്പോൾ ഇനി മഴക്കാലത്ത് ഒരിക്കൽ വരണം, എന്നിട്ട് ആ വൈബ് ആസ്വദിക്കണം. അപ്പോൾ വെയിലായതുകൊണ്ട് നമുക്ക് ആ ഒരു വൈബ് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് താഴെ. അപ്പോൾ ഇവിടെ നമുക്ക് ആ കയറുമ്പോൾ പറഞ്ഞു തന്ന അതേ നമ്പർ നമ്മളിവിടെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ വണ്ടി നമ്പർ അവിടുന്ന് അവരുടെ ബുക്കിൽ നിന്ന് വെട്ടിക്കളയും. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത്. മേഘമലയിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്ററുണ്ട് കൊടൈക്കനാലിലോട്ട് കേട്ടോ. നമ്മൾ രാത്രി ഒരു 9-9:30 കൂടി നമ്മൾ കൊടൈക്കനാലെത്തി. റൂമൊക്കെ എടുത്ത് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴത്തുനിന്ന് മുട്ടയൊക്കെ മേടിച്ച് ബ്രെഡ് നമ്മൾ കൊണ്ടുവന്നതാണ്. ബ്രെഡും മുട്ടയും ആണ് നമ്മൾ രാത്രിത്തെ ഫുഡ്. അങ്ങനെ ബ്രെഡും മുട്ടയും ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇവിടെ നമുക്ക് 7 പേർക്ക് 2000 രൂപയ്ക്കായിട്ടാണ് റൂം കിട്ടിയത്. എല്ലാം ചീപ്പായിട്ട് തന്നെ നമുക്ക് റൂം കിട്ടി. അതിലൊരാൾക്കൊരു 250 രൂപ വെച്ചേ വന്നുള്ളൂ. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് വെറുതെ നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു, രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഉച്ച സമയത്ത് ചൂടറിയുന്നില്ല എന്ന് മാത്രം, ചെറിയൊരു തണുപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ പൂണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഇപ്പം ഇനി പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ ജസ്റ്റ് ഒന്ന് പൂണ്ടി വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പൂണ്ടി പോയിട്ട് അവിടെ എവിടെയെല്ലാം കുറച്ച് നേരമൊക്കെ ഇരുന്ന് നല്ല വീട്ടിൽ പോകാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേഘമല കൊടൈക്കനാൽ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ആരും മേഘമലയ്ക്ക് പോകണ്ട, മഴക്കാലത്ത് പോയാൽ മതി, കാരണം നല്ല വെയിലാണ്. കൊടൈക്കനാൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ.